എന്റെ കുടുംബത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ എനിക്കത് സഹിക്കില്ല. അപ്പോ ഈ ഫാമിലി എന്റേതല്ലെന്നാണോ? ആ ചിന്ത തനിക്കുണ്ടെങ്കിൽ ഇനി ഇത് ആവർത്തിക്കരുത്. രണ്ടാമത് പറയുന്ന ശീലം എനിക്കില്ല. ഏട്ടന് ആവശ്യമില്ലാത്ത ദേഷ്യ എന്നോട് കാണിച്ചോണ്ടിരിക്കുന്നെ. ഞാൻ ചെയ്യാത്ത തെറ്റ് ഏട്ടൻ എന്റെ മേലിൽ അടിച്ചേൽപ്പിക്കുക. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നതൊന്നും ക്ഷമയോട് കേൾക്കുന്ന പോലുമില്ല. താൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്റെ അമ്മയോട് പോലും താനിപ്പോ ശരിക്കും സംസാരിക്കുന്നില്ല. അവർക്കൊക്കെ എന്ത് വിഷമമുണ്ടെന്നറിയോ? ഇപ്പൊ അച്ഛൻ തിരിച്ചു വന്നിരിക്കുക. അദ്ദേഹത്തെ നീ വിഷമിപ്പിക്കുമെന്ന ഇപ്പൊ എന്റെ പേടി. വസുന്ധരെ, ഈ വീട്ടിലുള്ള എല്ലാവർക്കും തന്നോടൊരു റെസ്പെക്ട് ഉണ്ട്. സ്വത്തുക്കളെ പറ്റിയെല്ലാം ചിന്തിച്ചു കൂട്ടി വെറുതെ റെസ്പെക്ട് കളയരുത്. എനിക്ക് ഏട്ടന്റെ മേൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കില്ല എന്നുള്ളൊരു വിശ്വാസം. ആ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ഇപ്പോഴെനിക്ക് ബോധ്യമായത്. ഞാൻ മാറിപ്പോയെന്ന് പറഞ്ഞ് ഏട്ടനാണ് ഇപ്പൊ മാറിയിരിക്കുന്നത്. എന്നെ ഒരുപാട് വേദനിപ്പിച്ചോണ്ടിരിക്കുക. ഒരാളെ വേദനിപ്പിച്ചുള്ളൊരു ശീലം എനിക്കില്ല. വെറുതെ സംസാരിച്ച് കാട് കയറാൻ നിൽക്കണ്ട. ഇതോടെ എല്ലാം നിർത്തിയേക്കണം. സെയിം ടു യു. എന്ത് പണ്ടാരാ തിന്നാനുണ്ടാക്കി? പെട്ടെന്നൊന്ന് വിളമ്പിത്താ, വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. എല്ലാരും വരട്ടെ ഇളയമ്മേ. എല്ലാരും വന്നതിന് ശേഷം വിളമ്പാനായിട്ട് അമ്പലത്തിൽ നിന്ന് കൊടുക്കുന്ന അന്നദാനമൊന്നല്ല. ഏട്ടാ, ഏട്ടന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഏട്ടന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി. അഭിയുടെ ഏട്ടന് 2 മക്കള് വന്നാൽ ഒരു തൃപ്തിയില്ല. മൂന്നാമത്തെ പുന്നാര മകൻ വന്നെങ്കിലേ ഏട്ടന് ഭക്ഷണം ഇറങ്ങും. നമുക്ക് ഭക്ഷണം തരുന്നത് തന്നെ അഭിയ. അഭി ഇല്ലെങ്കിൽ ഭക്ഷണം എങ്ങനെ ഉണ്ടാവും സുമകലെ? എന്താ അഭി നീ മാത്രം വന്നത്? വസുവും കുട്ടികളും ഒക്കെ എവിടെ? വസുന്ധര റൂമിലുണ്ട് അച്ഛാ. താൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ആളാകെ മാറിപ്പോയി. സ്വത്ത് മുഴുവൻ എന്റേതാണെന്നുള്ള അഹങ്കാരം തന്റെ തലയ്ക്ക് പിടിച്ചോ? അതോ ഇനി ഏട്ടനും അഖിലിനും ഒരു സ്വത്തും ഇല്ലെന്നുള്ള കുറവ് തന്റെ മനസ്സിനകത്തുണ്ടായോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏട്ടനും എന്താ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നേ? ഏട്ടത്തി എവിടെ? അവള് മുറിയിലുണ്ട്. അതെന്തായാലും കൊള്ളാം. അവിടെ വസുവും വന്നില്ല, ഇവിടെ ഏട്ടത്തിയും കഴിക്കാൻ വന്നിട്ടില്ല. നടക്കട്ടെ നടക്കട്ടെ. ആര് വന്നാലും ഇല്ലെങ്കിലും വിശപ്പ് കാത്തിരിക്കില്ലല്ലോ. ശരി ശരി, നിങ്ങളൊക്കെ കഴിക്കുക. ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാം. ജയന്തി, എല്ലാരും വന്നു. നീയും കഴിക്കാൻ പാ. നിന്നെ വിളിച്ച ജയന്തി. എനിക്ക് വിശപ്പില്ലേട്ടാ, ഏട്ടൻ പോയി കഴിച്ചോളൂ. നീ കഴിക്കാൻ വന്നില്ലെങ്കിൽ ഞാനും നീയും തമ്മിൽ എന്തോ വഴക്കാണെന്ന് അവര് കരുതില്ലേ? അപ്പൊ വഴക്കുണ്ടായില്ലെന്നാണോ? നമ്മൾ തമ്മിൽ വഴക്കിട്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നീ കഴിക്കാതിരുന്നാൽ ആ വഴക്കിന് പരിഹാരം ഉണ്ടാവുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? എന്റെ മനസ്സിന്റെ വേദന എന്താ ഏട്ടൻ അറിയാന്ന് കരുതുന്നു. ശരി,
നീ കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല. ഏട്ടൻ എന്തിനാ കഴിക്കാതിരിക്കുന്നേ? ഞാൻ കഴിക്കാതിരുന്നാൽ എന്റെ വേദന നിനക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊള്ളാം. ഈ പ്രായത്തിൽ പിടിവാശി കാണിച്ച് പട്ടിണി കിടന്നാൽ എങ്ങനാ? ഏത് പ്രായത്തിലാണെങ്കിലും ഭാര്യ കഴിച്ചില്ലെങ്കിൽ ഭർത്താവും കഴിക്കാൻ പാടില്ല. നന്നായിരിക്കുന്നു. ശരി, വാ പോകാം. ആദ്യം നീ വാ. ഇത്രയ്ക്ക് പിടിവാശിയുള്ള ആള് ഈ ലോകത്തിൽ വേറെ ആരും കാണില്ല. വാ. ഏട്ടൻ വന്നില്ലെങ്കി ഏട്ടത്തി വരില്ലെന്നാണല്ലോ തോന്നേ. മാതൃകാ ദമ്പതികൾ എന്ന് പറഞ്ഞ നിങ്ങളെ പോലെ ആവണം. ഇവിടെ വേറെ ചിലരുണ്ട്. കല്യാണം കഴിഞ്ഞ് 1 വർഷമായി. അതിന്റെ ഇടയിൽ തന്നെ രണ്ടും ഓരോ വഴിക്ക് പോയി. ഏട്ടത്തി ഇപ്പൊ ആരുടെ കാര്യ പറഞ്ഞത്? ആ വേറെ ആരാ? ഇവിടെ ഇല്ലാത്ത ആൾക്കാരെ പറ്റിയാ പറയുന്ന ഏടത്തി. അഭി, വസു എന്താ കഴിക്കാൻ ഇറങ്ങി വരാത്തെ? അവളെ നീ വിളിച്ചില്ലേ? ആ അത് കൊള്ളാലോ ഏട്ടാ. ഭർത്താവിനെ ഭാര്യ വിളിക്കണോ അതോ ഭാര്യയെ ഭർത്താവ് വിളിക്കണോ? ഭാര്യയും ഭർത്താവും ആയാൽ ഒരുമിച്ച് തന്നെ കഴിക്കണം. ചെല്ലഭി, ചെന്ന് വസുവിനെ കൂട്ടിക്കൊണ്ടുവാ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ. അവള് ഗർഭിണിയായിരുന്നിട്ട് കൊച്ചുകുട്ടികളെ പോലെ ബിഹേവ് ചെയ്യുന്നത്. ഞാൻ പോയാൽ ഇനിയും പിടിവാശി കാണിക്കും. തെറ്റ് ആര് ചെയ്തു എന്നുള്ളതല്ല ഭി. ഭാര്യയ്ക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ പിരിക്കാൻ കഴിയാത്ത ഒരു ബലമായ ബന്ധമാണത്. എന്റെ ഭർത്താവ് എന്നെ വിട്ടുപോയല്ലോ. അപ്പോ എന്റേത് ബലഹീനമായ ബന്ധമായിരുന്നെന്നാണോ? ഞാൻ പോയി വസുവിനെ വിളിച്ചോണ്ട് വരാം അച്ഛാ. അഭി തന്നെ പോക്കോട്ടെ. നീ എന്തിനാ? ഇളയമേ, ഏട്ടത്തിനെ പോയി വിളിച്ചിട്ടോ. ഏട്ടത്തി പോയി വിളിച്ചിട്ടോ. വസു, എണീറ്റ് കഴിക്കാൻ വാ. എനിക്കിപ്പോ വിശക്കുന്നില്ല ചേച്ചി. ചേച്ചി കഴിക്കുക. ഉണ്ണി, അനു, കീർത്തി, നിങ്ങൾ കഴിക്കാൻ വാ. അമ്മ കഴിക്കാൻ വരുന്നില്ലെങ്കില് ഞങ്ങളും കഴിക്കാൻ വരില്ല വല്യമ്മേ. അതെ, അമ്മ കഴിച്ചാലേ ഞങ്ങളും കഴിക്കുള്ളൂ വല്യമ്മേ. അമ്മ വന്നാലേ ഞങ്ങളും വരൂ വല്യമ്മേ. നിങ്ങളുടെ അമ്മയെ ഈ വല്യമ്മ കൂട്ടിക്കൊണ്ടുവരും. ഉണ്ണി, വന്നേ വന്നേ. അനു, കീർത്തി, നടന്നേ. ഉണ്ണി, ഇവരെ സൂക്ഷിച്ചു കൊണ്ടുപോ. എണീക്ക് വസു, എല്ലാരും അവിടെ നിന്നെ കാത്തിരിക്കുകയാണ്. എനിക്ക് കഴിക്കാൻ തന്നെ തോന്നില്ല ചേച്ചി. ആ, എന്താ നിനക്ക് വിശക്കുന്നോ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല ചേച്ചി. ഞാൻ ചോദിച്ചത് നിന്നോടല്ല. ഇവിടെ ഞാനല്ലാതെ വേറെ ആരാ ഉള്ളത്? എന്നെ വല്യമാന്ന് വിളിക്കാൻ പോകുന്ന ഒരു കുട്ടിക്കുറുമ്പൻ, അതായത് ഇവൻ. നിനക്ക് കഴിക്കാൻ തോന്നുന്നില്ലെങ്കിലും ഇവന് വേണ്ടിയെങ്കിലും നീ കഴിക്കണം. പിഞ്ചു കുഞ്ഞല്ലേ, അല്പം പോലും വിശപ്പ് താങ്ങാൻ പറ്റില്ല. പ്ലീസ് ചേച്ചി, എന്നെ നിർബന്ധിക്കണ്ട. നിനക്കും അബിക്കും തമ്മിൽ അത്രയ്ക്ക് എന്താ പ്രശ്നം?
എന്ത് പ്രശ്നമായിരുന്നാലും അതെല്ലാരും അറിയിക്കണോ? നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഈ 4 ചുവരിനുള്ളിൽ ഇരിക്കുകയല്ലാതെ ഹാളിലോ ഡൈനിങ് ടേബിളിലോ അത് കൊണ്ടുവന്ന എങ്ങനെയാ? മറ്റുള്ളവർ എന്ത് വിചാരിക്കും? അതൊന്നും എനിക്ക് അറിയില്ല ചേച്ചി. ഞാൻ വരുന്നില്ല. അച്ഛനും അമ്മയും എല്ലാവരും അവിടെ വന്നിരിപ്പുണ്ട്. നീ മാത്രം വന്നില്ലെങ്കിൽ അത് ശരിയാവില്ല വസു. എന്റെ പൊന്നനിയത്തിയല്ലേ, ഞാൻ പറയുന്ന കേക്കില്ലേ? ഇതൊക്കെ ചെന്ന് ചേച്ചിയുടെ അനിയനോട് ചെന്ന് പറയും, അല്ലാതെ എന്നോടല്ല. എന്താ ഇന്നലെയല്ലേ നമ്മൾ ഈ വീട്ടിലുള്ളവരെ നേർവഴിക്ക് നയിക്കുമെന്ന് പറഞ്ഞത്? ഇപ്പൊ എന്താ ഇങ്ങനെ? എല്ലാവരെയും നേർവഴിക്ക് കൊണ്ടുവരേണ്ട വസു തന്നെ ഇങ്ങനെ ദേഷ്യപ്പെട്ടാ പിന്നെ എന്ത് ചെയ്യും? എല്ലാവരും നീ പറയുന്നത് കേൾക്കുകയല്ലാതെ നിന്നെ ആരും ഒന്നും പറയാൻ പാടില്ല. അപ്പോ ഇപ്പൊ നീ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാൻ വരണം. വന്നേ പറ്റുള്ളൂ, അത്ര തന്നെ. എണീക്ക്. എന്താ മോളെ, നിന്റെ ചേച്ചി വന്ന് വിളിക്കാതെ നിനക്ക് കഴിക്കാൻ വരാൻ അറിയില്ലേ? ഇതൊക്കെ നല്ല സ്വഭാവമാണോ? മതി, നിർത്തുന്നുണ്ടോ സുമുഖലെ? നിക്ക് വസു, നിന്നെ വിളിച്ചത് വിളമ്പാനൊന്നുമല്ല. നീ പോയിരുന്നേ. കാർത്തിക, നീയും ഇരിക്കെ, ഞാൻ വിളമ്പിക്കോളാം. ഈ വീട്ടിൽ ആർക്കൊക്കെ മാറ്റം വന്നാലും ഭാവനയ്ക്ക് മാത്രം ഒരു മാറ്റവും ഇല്ല. കല്യാണം കഴിഞ്ഞു കൊണ്ടുവന്നപ്പോ എങ്ങനെയിരുന്നോ ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നു. അതിന് എനിക്കൊരു മാറ്റമില്ലല്ലോ ഏട്ടാ. കല്യാണം കഴിഞ്ഞ് താലി നഷ്ടപ്പെട്ടപ്പോ എങ്ങനെ ഇരുന്നോ അതുപോലെ തന്നെയാ ഞാൻ ഇപ്പോഴും. വീണ്ടും കല്യാണവും ഇല്ല, കുട്ടികളും ഇല്ല. ആ, നാളെ എല്ലാരും പിക്നിക്ക് പോകാൻ റെഡിയാണല്ലോ. ആ ഭാസ്കർ, നാളെ ഹോസ്റ്റലിൽ ചെന്ന് കുട്ടികളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. അവരെയും പിക്നിക്കിന് കൊണ്ടുപോവാം. അവര് വെറുതെ വിളിക്കണോ വെച്ചാ? വെറുതെ പഠിപ്പ് മുടങ്ങില്ലേ? ഏട്ടാ, ഒരു ദിവസം പോയാലും ഒന്നും സംഭവിക്കില്ല. അവരും ഇങ്ങനെയൊക്കെ പോയിട്ട് കുറെ കാലമായില്ലേ. കൂട്ടിക്കൊണ്ടുപോവാ. എന്താ ഇങ്ങനെ കഴിക്കുന്നേ? മര്യാദയ്ക്ക് കഴിക്ക്. എങ്കിലല്ലേ വയറ്റിലുള്ള കുഞ്ഞ് നന്നായി ആരോഗ്യത്തോടെ ഇരിക്കുള്ളൂ. ആ ജയന്തി, കാർത്തികയുടെയും വസുവിന്റെയും മേൽ നിനക്കൊരു കണ്ണുണ്ടാവണം. ഗർഭിണികളായിരിക്കുന്നവർക്ക് നിന്റെ ഉപദേശം വളരെ അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞാൽ ആരാ അനുസരിക്കുക? അവരൊക്കെ വലിയ വലിയ ആൾക്കാരായി പോയില്ലേ? സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനൊക്കെ തുടങ്ങി. ഇനി എന്റെ തീരുമാനത്തിന് എന്താ വില? വസുന്ധര അമ്മ പറയുന്നത് കേൾക്കാത്തോണ്ടാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പിന്നെ അല്ലാതെ എടുത്തി എല്ലാരും ഭാവനയെ പോലെ ആയിരിക്കോ? ഏട്ടത്തിയുടെ വാക്കും എന്റെ വാക്കും കേൾക്കുന്ന ആരുമില്ല. ഇപ്പൊ സ്വത്തുണ്ടെങ്കിൽ മതി, ബന്ധുക്കളുടെ ആവശ്യമൊന്നുമില്ലല്ലോ. നിർത്തുന്നുണ്ടോ സുമുഖലെ? ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ആദ്യമേ വന്ന് നിൽക്കും. പറ്റുമെങ്കിൽ കുറച്ച് നല്ല കാര്യങ്ങൾ പറ. പറ്റില്ലെങ്കിൽ മിണ്ടാതിരുന്ന് കഴിച്ചിട്ട് പോ. ആ ശരിയേട്ടാ, അല്ലെങ്കിൽ ഞാൻ മിണ്ടുന്നത് ഇഷ്ടമല്ലല്ലോ. അഭി,
നമ്മുടെ ഇവന്റ് ജോലികളെല്ലാം എങ്ങനെ പോകുന്നു? ആ, കുഴപ്പമില്ല അച്ഛാ, ഈവൻസ് വരുന്നുണ്ട്. ഇവിടെ നടന്ന പ്രശ്നങ്ങൾ കാരണം നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ഒന്നും പോയില്ലല്ലോ. ആ, റൂമേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരുന്നതാ. ഭാഗ്യത്തിന് ഞാൻ പെട്ടെന്ന് തിരിച്ചു കയറിയതുകൊണ്ട് വലുതായിട്ടൊന്നും സംഭവിച്ചില്ല. ഇനി നമ്മുടെ കമ്പനിയുടെ ഏത് ജോലിയായിരുന്നാലും നീ മാത്രം നോക്കിയാൽ മതി. എന്താ പറയുന്നേ? ഇത്രയും നാൾ 3 പേര് ഒരുമിച്ചല്ലേ നോക്കിയത്? ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല. അഭിയെ കൊണ്ട് ഒറ്റയ്ക്കത് ചെയ്യാൻ കഴിയും. അപ്പോ ഭാസ്കരേട്ടനോ അഖിലേട്ടനോ എന്ത് ചെയ്യണമെന്നാണ്? അവർ സ്വന്തമായി വേറെ ബിസിനസ് തുടങ്ങട്ടെ. ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ പണം ആവശ്യമില്ല അച്ഛാ. കാശില്ലാതെ ഞങ്ങൾക്ക് എന്ത് ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് അച്ഛൻ പറയുന്നേ? അപ്പൊ എന്തെങ്കിലും ജോലി നോക്ക്. ഇപ്പോൾ പോലും അബി ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. ഞങ്ങൾ എന്തിനാച്ചാ ജോലിക്ക് പോകുന്നേ? എന്താ വിദ്യാഭ്യാസമില്ലേ? ജോലി കിട്ടിയ പോയി ചെയ്തുകൂടെ? ഡിഗ്രിയൊക്കെ ഉണ്ടല്ലോ രണ്ടുപേർക്കും. ഇപ്പൊ എന്ത് ജോബ് കിട്ടുമെന്നാ? അന്വേഷിച്ചാൽ ഏതെങ്കിലും ഒരു ജോലി കിട്ടാതിരിക്കില്ല. എത്ര പേര് ജോലിക്ക് പോകുന്നു? ഞാൻ പറയുന്നത് ഭാസ്കറും അഖിലും സംസ്കൃതി ഇവന്റ്സ് നോക്കുന്നതാ നല്ലത്. അതിനായിട്ട് അഭിയൊന്ന് സമ്മതിച്ചു കൊടുത്താൽ മാത്രം മതി. ഭാസ്കറിന് വിവരമില്ല, അഖിൽ അനുഭവമില്ല. സംസ്കൃതി ഇവന്റ്സ് പിന്നെ ഇവരെങ്ങനെ നോക്കി നടത്തും? അത് മാത്രമല്ല, അവരെ രണ്ടുപേരെയും ജോലിക്ക് പോകാൻ പറഞ്ഞത് കാശ് സമ്പാദിക്കാൻ വേണ്ടിയല്ല, ജീവിതം എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് കൂടിയാ. അപ്പോ ഇത്രയും നാൾ അവര് ജീവിച്ചില്ലെന്നാണോ ഏട്ടാ? ജീവിച്ചു. കുറച്ചു നാൾ എന്റെ നിഴലിൽ, പിന്നെ കുറച്ചു നാൾ അഭിയുടെ നിഴലിലും ജീവിച്ചു. അവര് സ്വയം ജീവിതം പഠിക്കാൻ വേണ്ടി പറയുന്നതാ. പെട്ടെന്ന് ഇങ്ങനെ വന്ന് പറഞ്ഞാ എങ്ങനെയാ അച്ഛാ? എന്താ മോളെ, അഖിലിന്റെ മേൽ അത്രയ്ക്കും വിശ്വാസം നിനക്കില്ലേ? നിന്നേക്കാൾ മൂത്തവളായ ഭാവന ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നിനക്കെന്താ തടസ്സം? സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാമെന്ന് അന്ന് അഖില് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ ചെയ്യാലോ. സ്ത്രീകള് ചുറ്റിയാ ചീത്തയാവും, പുരുഷന്മാര് ചുറ്റിയില്ലെങ്കിൽ ചീത്തയാവും. അവർ ജീവിതത്തിൽ നന്നാകണമെങ്കിൽ ലോകം ചുറ്റി ജീവിതം എന്താണെന്ന് പഠിക്കണമെന്നാ പറയുന്നേ. അതുകൊണ്ട് തന്നെയാ ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുത്തത്. എന്തു പറയുന്നു ജയന്തി? ഏട്ടൻ തീരുമാനങ്ങളൊക്കെ എടുത്തല്ലോ. ഇനി ഞാൻ എന്ത് പറയാനാ? നിന്റെ അഭിപ്രായം എന്താ അഭി? അച്ഛൻ്റെ ഇഷ്ടം പോലെ. കുറച്ച് നാളുകൾക്ക് ശേഷം ഇപ്പോഴാ ഒരു നല്ല തീരുമാനം എടുത്തത്. എനിക്ക് വലിയ സന്തോഷമായി.
അച്ഛനോട് എനിക്ക് കുറച്ച് സംസാരിക്കണം. നീ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം അഭി. എല്ലാം അറിയാവുന്ന അച്ഛൻ തന്നെ എന്തിനാണ് ഏട്ടനെ അഖിലിനെ എല്ലാവരും ഉപയോഗിച്ച് വെറുതെ കൊച്ചാക്കി സംസാരിച്ചത്? അത് അവരുടെ നന്മയ്ക്ക് വേണ്ടി അഭി. അവർ നന്നായി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഏട്ടനും അഖിലും ഒരുപാട് വിഷമിക്കില്ല അച്ഛാ. ഇപ്പൊ അവർ വിഷമിക്കും, നാളെ അവർ നന്നായിട്ട് ജീവിക്കും. ഉളിയുടെ സഹായമില്ലാതെ കല്ലൊരിക്കലും ശില്പമാകില്ല. എത്ര വലിയ തങ്കമായിരുന്നാലും അത് തിളങ്ങണമെങ്കിൽ തീയുടെ ചൂട് ആവശ്യമാണ്. ഇത് രണ്ടും അവർ തന്നെ മനസ്സിലാക്കിയിരിക്കണം. അത് അവർ മനസ്സിലാക്കാഞ്ഞിട്ടാ ഒരച്ഛനായിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നത്.